മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ദൈവ വചനമനുസരിച്ച് ജീവിച്ച 3 യുവാക്കന്മാര് തീച്ചൂളയിലേക്ക് രാജാവിനാൽ എറിയപ്പെടുകയും ആ തീച്ചൂളയുടെ നടുവില് അവർ ദൈവത്തെ സ്തുതിച്ച് പുകഴ്ത്തുകയും ചെയ്യുന്നതും, തുടർന്ന് ദൈവത്തിന്റെ ദൂതൻ അവരുടെ അരിയിലേക്ക് കടന്നു വന്ന് ഈ തീച്ചൂളയുടെ നടുവിലും ഒരു അഗ്നിനാളം പോലും ഈ യുവാക്കളെ സ്പർശിക്കാതെ കാത്തു സംരക്ഷിക്കുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വചനഭാഗത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അധാർമികമായിട്ടുള്ള ശക്തികൾക്ക് മുമ്പിൽ നീ മുട്ടുമടക്കരുത് എന്ന് ഈ നോമ്പിന്റെ ഈ ദിനത്തില് ദൈവമായ കർത്താവ് നിന്നെ ഓർമ്മിപ്പിക്കുക. ഈ 3 യുവാക്കള് ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ, അധാർമിക ശക്തികൾക്ക് മുമ്പില് ധീരതയോടെ ദൈവത്തിന് സാക്ഷ്യം കൊടുത്ത് ജീവിക്കുവാനായിട്ട് ഈ യുവാക്കൾക്ക് സാധിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നടുവില് നമ്മൾ മുന്നേറുമ്പോൾ പ്രിയപ്പെട്ടവരെ, അധാർമിക ശക്തികൾക്ക് മുമ്പില് നമ്മൾ പലപ്പോഴും മുട്ടുകൾ മടക്കാറുണ്ട്, തല കുനിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തില് ചില കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ അറിയാം ചിലര് അത്ര ധാർമ്മികതയുള്ളവരല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. ധാർമ്മികമായിട്ട് അധപ്പതിച്ചവരാണെന്ന് നമുക്കറിയാമായിരുന്നിട്ടും നമ്മുടെ ജീവിതത്തിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരുടെ മുമ്പിൽ നമ്മളൊക്കെ മുട്ടുകുനിക്കാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ളവരോട് ദൈവം ശക്തമായ താക്കീത് നൽകി, അങ്ങനെ നീ അവന്റെ മുൻപിൽ അധാർമിക ശക്തികൾക്ക് മുമ്പിൽ ഒരിക്കൽ മുട്ടുകുനിച്ചാൽ നിന്റെ ജീവിതത്തിലെ മരണത്തോളം നീ അവന് അടിമയായി തീരുമെന്ന്. ധാർമ്മിക ശക്തികൾക്ക് മുമ്പിൽ അധാർമിക ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഈ തിരുവചനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ധാർമ്മികമായ ശക്തിയുള്ളവരുടെ കൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ ശക്തിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഈ ലോകത്തിലെ ഒരു അധാർമിക ശക്തികൾക്കും സാധ്യമല്ല. അതുകൊണ്ട് അധാർമിക ശക്തികളോട് കൂട്ടുചേരാനായിട്ട് നീ പോകരുത്. അതുപോലെ തന്നെ ഈ വചനഭാഗത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി, ഈശോയ്ക്ക് നമ്മൾ സാക്ഷ്യം കൊടുക്കണം. നമ്മുടെ ജീവിതത്തില് ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട, ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മദ്യം കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി കുറ്റം പറയുന്നതായിരിക്കാം, അതല്ല എങ്കിൽ ചില വേണ്ടാത്ത കാര്യങ്ങൾക്ക് അവരോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലതൊക്കെ കണ്ടിട്ടും കണ്ണടച്ചു വിടുന്നതായിരിക്കാം, ചില കള്ളത്തരങ്ങൾക്ക് കണ്ണടച്ചു വിടുന്ന അവസ്ഥയായിരിക്കാം, ചില പൊസിഷന് വേണ്ടിയിട്ട് അധാർമികമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കാം. അങ്ങനെ പല വഴികളിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. ഇത് ഈശോയ്ക്ക് കൊടുക്കുന്ന സാക്ഷ്യമല്ല. കാരണം അധാർമികതയ്ക്ക് കൊടുക്കുന്ന ഒരു സാക്ഷ്യമായിട്ട് ഇത് മാറുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനായിട്ടാണ് നീ പ്രവർത്തിക്കുന്നത് എങ്കിൽ നീ അധാർമികമായ ഒരു കൂട്ടിലും നീ ചെന്ന് പെടുകയില്ല. ഇങ്ങനെ ഇപ്രകാരം ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ നാം ഓരോരുത്തരും അകന്നു ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം നമ്മുടെ കൂടെ വരും, ദൈവം നമ്മളെ സംരക്ഷിക്കും. ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുമ്പോൾ ഈശോ തന്നെ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കും. അതാണ് ഈ വചനത്തില് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഈ 3-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നതും ധ്യാനിക്കുന്നതും. കൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അധാർമിക ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാനോ അധാർമിക കൂട്ടുകെട്ടുകളിൽ പെടാനോ നമ്മളാരും പരിശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ദൈവത്തിന് അല്ല സാക്ഷ്യം നൽകുന്നത്. ദൈവത്തിനുള്ള സാക്ഷ്യം അധാർമികതയ്ക്ക് എതിരായ സാക്ഷ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം. കരങ്ങൾ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കൾ ഓരോരുത്തരെയും ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അധാർമിക ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ ധാർമ്മിക ശക്തിയോടുകൂടെ ഈശോ നൽകുന്ന കൃപയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ.
ഇവരുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും കുറവുകളിലേക്കും കടന്നു വന്ന് ഇവരെ അനുഗ്രഹിക്കണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.